രാഹുൽ ഗാന്ധി പറയുന്ന ഈ വോട്ട് ചോരി ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, രാഹുൽ ഗാന്ധി തെളിയിക്കാൻ പറ്റില്ലല്ലോ. രാഹുൽ ഗാന്ധി പറഞ്ഞ സാധനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തെളിയിച്ചല്ലോ. ഇന്ത്യൻ എക്സ്പ്രസ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇന്ത്യൻ എക്സ്പ്രസിൽ ഞാൻ രാഹുൽ ഗാന്ധിയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം, അതായത് ഒരു മനുഷ്യന് വായിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിൽ വി വി പാറ്റുകൾ കൊടുത്ത ഒരു VVPAT എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? സോറി, വി വി പാറ്റ് അല്ല, നമ്മുടെ എന്താ എന്റെ ചങ്ങാതി VVPAT എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ വോട്ടിംഗ് മെഷീനിൽ ഞെക്കുമ്പോൾ വരുന്ന സാധനമാണ് VVPAT. അതാണ് വി വി പാറ്റ്. ആ ചോദ്യം തീർത്തിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ ഉരുളാൻ നോക്കി UPയുടെ കാര്യത്തിൽ, നിങ്ങൾ ഉരുളാൻ നോക്കി ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ, നിങ്ങൾ ഉരുണ്ടത് മാത്രമല്ല, ഉരുണ്ട് ചെളി പറ്റി എഴുന്നേറ്റ് വരുന്ന ഒരു ഷാഹുലിനെയാണ് എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേന് കാണാനായിട്ട് സാധിച്ചത്. ഗാലറി വിഷൻ മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഏകദേശം ഒരു 4-5 ദിവസമായിട്ട് ശ്രീജിത്ത് പണിക്കരുമായിട്ടുള്ള ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ കാണണം. കാണുന്നതിന് മുമ്പ് എന്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കോണ്ടന്റ് എന്താണെന്നും അതിന്റെ റിയാലിറ്റി എന്താണെന്നും അതിന്റെ അജണ്ട എന്താണെന്നും പ്രോപ്പറായിട്ട് വീഡിയോ ക്ലിപ്പ് സഹിതം ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിച്ചു തരാം. ഇതുപോലൊരു ഇന്റർവ്യൂവിൽ ശ്രീജിത്ത് പണിക്കർ എങ്ങനെ പോയി ഇരുന്ന് സംസാരിച്ചു എന്നുള്ളത് ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് തീരുമ്പോൾ നിങ്ങൾ അത്ഭുതത്തോടുകൂടി നോക്കുന്ന ഒരു കാര്യമായിരിക്കും. 2 എപ്പിസോഡായിട്ടാണ് അവർ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറിന് മുകളിലാണ് ആ ഒരു ഇന്റർവ്യൂ തന്നെ പോയിരിക്കുന്നത്. വല്ല കാര്യമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ റീൽസിനകത്ത് ഓരോ വിരൽ വെച്ച് തോണ്ടി ചില രാഷ്ട്രീയ റീലുകളൊക്കെ വരുമ്പോഴത്തേക്കിന് അതിൽ കാണുന്നത് സത്യമാണ് എന്ന് മാത്രം വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ അറിവില്ലായ്മയോടുകൂടി സംസാരിക്കുന്ന ഷാഹുലും അറിവുകളും തിയററ്റിക്കലായിട്ടുള്ള പ്രൂഫുകളും അതിന്റെ തെളിവുകളുമായിട്ട് വെച്ച് സംസാരിക്കുന്ന ശ്രീജിത്തും തമ്മിലുള്ള ഒരു അന്തരം, ആ ഡിഫറൻസ് ഇതുപോലുള്ള വ്യക്തികൾക്ക് അവരുടെ തീരുമാനങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. ഉള്ള കാര്യം പറയാമല്ലോ, നമ്മൾ പല വ്യക്തികളും ഈ പറയുന്ന റീൽസിലും അല്ലെങ്കിൽ വരുന്ന പല മീഡിയാസിൽ വരുന്ന വാർത്തകളും കണ്ട് അതങ്ങനെയാണ് അത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് എന്താണ്, അതിനപ്പുറം എന്താണ് എന്ന് മനസ്സിലാക്കാതിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെ മനസ്സിലാക്കാത്ത ഒരു ഇന്റർവ്യൂറെയാണ് ഈ ഇന്റർവ്യൂവിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണു സുധിയും ബിഗ് ബോസിനകത്ത് വന്നിട്ടുള്ളവരെ അല്ലറ ചില്ലറ അലൻ ജോസ് പെരേരയൊക്കെ പിടിച്ചു നിർത്തി ഇന്റർവ്യൂ ചെയ്ത് അവരെ ചോദ്യം ചെയ്യുന്നത് പോലെ ഇതുപോലെ ശ്രീജിത്ത് പണിക്കരെ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്ന തെളിവുകൾ നിരത്തി ഇച്ചിരിയും കൂടെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നവരോട് ചെന്ന് മുട്ടാനായിട്ട് നിൽക്കരുത്. അത് വലിയൊരു ബുദ്ധിമുട്ട് ഈ ഒരു സാധനത്തിന് നമുക്ക് കാണാം. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ഇതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ് ബോക്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ വെള്ളം കുടിക്കത്തില്ല. അതായത് ഒരു ഇന്റർവ്യൂവറെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാവുന്നതിന്റെ എക്സ്ട്രീം ലെവലിലാണ് കമന്റ് വന്നിരിക്കുന്നത്. അതായാലും ജനങ്ങൾ സ്വന്തമായിട്ട് ഇട്ട കമന്റ് ഒന്നും അല്ല കേട്ടോ. ഇവൻ കാണിച്ചു വെച്ചത്, ഇവൻ പറഞ്ഞു കൂട്ടിയിട്ടുള്ളതും ഇന്ത്യൻ ഭരണഘടന എടുത്തു വെച്ചിട്ടും ഇന്ത്യൻ ഭരണകൂടത്തെ പിടിച്ചുകൊണ്ടും കേരളത്തെ പിടിച്ചുകൊണ്ടും ചില രാഷ്ട്രീയ കക്ഷികളെ പിടിച്ചുകൊണ്ടും രാഷ്ട്രീയ കക്ഷികൾ പറയുന്നതിനെ കുറിച്ചുകൊണ്ടും ചില മതങ്ങളെ സോഫ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനകത്ത് കുറച്ച് ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തും ഞാൻ ഈ പറയുന്ന കാര്യവും ആ ഇന്റർവ്യൂവിനകത്ത് ശ്രീജിത്ത് പണിക്കർ എത്ര നേരം ഈ ഇന്റർവ്യൂ സഖി കെട്ട് പിടിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, രാഹുൽ ഗാന്ധി പറയുന്ന ഈ വോട്ട് ചോരി ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, രാഹുൽ ഗാന്ധി തെളിയിക്കാൻ പറ്റിയില്ലല്ലോ. അതായത് രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നല്ലോ, വോട്ട് ചോരി, അതായത് ഇലക്ഷന് ശേഷം ഇന്ന ഒരു അഡ്രസ്സിൽ ഇത്രയും അധികം വോട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരു അഡ്രസ്സിനകത്ത് 200 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, 300 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്, 25 പേര് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം, അതിന്റെ ഒരു പറയുന്ന ആരോപണങ്ങൾ പറയുന്നല്ല, അതിന്റെ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. സീരിയസ്ലി അതുപോലൊരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് ഭരണപക്ഷിയാണെങ്കിലും ശരി അല്ലെങ്കിൽ ഭരണമില്ലാത്തൊരു കക്ഷിയാണെങ്കിലും ശരി, അത് അവർക്ക് അനുകൂലമായിട്ട് ഒരിക്കലും ബാധിക്കത്തില്ല. അത് അവർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതിനെയും അത് അവരുടെ രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ അവരുടെ ഇരിക്കുന്ന പൊസിഷനോ അല്ലെങ്കിൽ ആ ഭരിക്കുന്ന ഭരണം തന്നെ ഇല്ലാതാവുന്ന ഒരു കാര്യമായിരിക്കും. അതായിരുന്നല്ലോ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം. ആ ഒരു കാര്യം, അതായത് ഈ വാട്സപ്പിനകത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്തും വരുന്ന ചില വേർഡ്സും ചില സ്റ്റേറ്റ്മെന്റ്, ആരെങ്കിലും ഏതെങ്കിലും ബാത്റൂമിൽ ഇരുന്ന് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്തിടുന്ന പല കാര്യങ്ങളും എടുത്ത് വെച്ച് കണ്ട് വായിച്ചതിന് ശേഷം ഇതുപോലൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ ഷാഹുലെ? എനിക്കത് കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കമന്റ് ബോക്സ് വായിച്ചിട്ട് തിയററ്റിക്കലായിട്ട് സംസാരിക്കുന്നവരെ മുന്നോട്ട് പോയി ഇരിക്കരുത്. കമന്റ് ബോക്സിനകത്ത് പൊട്ടന്മാർ ഉറക്കത്തിനിടയിൽ ഇടുന്ന കമന്റ് ആയിരിക്കും. അതും വായിച്ചിട്ട് ഈ പരിപാടിക്ക് പോകല്ലേ. സാധനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ തെളിയിച്ചല്ലോ. ഇന്ത്യൻ എക്സ്പ്രസ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇന്ത്യൻ എക്സ്പ്രസിൽ ഞാൻ രാഹുൽ ഗാന്ധിയാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ഇന്ന് ഇന്ത്യയിലുള്ള ഒരു മാധ്യമത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് മാധ്യമങ്ങൾ BJP മാധ്യമമല്ല സാർ. എന്തൊക്കെ പൊട്ടത്തിലാണ് ഇപ്പൊ പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിനെക്കാട്ടിൽ ഞാൻ രാഹുൽ ഗാന്ധിയാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളെ ഞാൻ വിശ്വസിക്കുന്നില്ല. അച്ഛനും അമ്മയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്തായാലും? BJP മാധ്യമങ്ങളെ എന്നേ BJP വിലക്കെടുത്ത് പിന്നെ രാഹുൽ ഗാന്ധി അങ്ങ് വിലക്കെടുത്താ പോലെ. അല്ലെ, നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിന്റെ ഈ ഒരു ഭാഗം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ തോന്നുന്നത്?
ഈ അറിവില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ അധികം വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ ഇവരെ എടുത്ത് മുന്നിൽ വെക്കാം. അപ്പോൾ ഒരു യാതൊരുവിധ പ്രൂഫും ഇല്ലാതെ വായി വരുന്ന കാര്യങ്ങളും നമുക്ക് കൂട്ടുകാർക്കിടയിൽ ചില രാഷ്ട്രീയ കക്ഷികളെയും ചില പാർട്ടികളെയും ചില മതത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വായിൽ വരുന്ന പല വേർഡ്സും അല്ലെങ്കിൽ അതിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അടുത്തത് ഓക്കെ, അതിലും കോമഡി. അല്ല, വി വി പാറ്റ് ചോദിച്ചിട്ട് ഇത്രയും മുഴുത്ത എല്ലാ രീതിയിലുള്ള ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം, അതായത് ഒരു മനുഷ്യന് വായിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിൽ വി വി പാറ്റുകൾ കൊടുത്ത ഒരു വി വി പാറ്റ് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? സോറി, വി വി പാറ്റ് അല്ല, നമ്മുടെ എന്താ എന്റെ ചങ്ങാതി വി വി പാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ വോട്ടിംഗ് മെഷീനിൽ ഞെക്കുമ്പോൾ വരുന്ന സാധനമാണ് വി വി പാറ്റ്. അതാണ് വി വി പാറ്റ്. അങ്ങനെ എന്തുവാ എനിക്ക് ചോദ്യം തന്ന ആള് എനിക്ക് ഉത്തരം പറയാഞ്ഞപ്പോഴത്തേന് ഈ വി വി പാറ്റിന് ഇങ്ങനെ ഒരു കാര്യം ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ ബാത്റൂമിലെ പാറ്റേ കണ്ടിട്ടുള്ളൂ. ആ ലെവലിലായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വി വി പാറ്റിന്റെ ഇതല്ലേ കൊടുത്തിരിക്കുന്നത്. ആ വി വി പാറ്റിൽ ആ വോട്ട് ചെയ്ത വി വി പാറ്റ് ഒരാൾക്കും കൊടുക്കത്തില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ എന്താണ് ആ കൊടുത്തിരിക്കുന്ന സംഗതി? എന്താ അപ്പം ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതാണ് അതികട്ടിയായിട്ടൊരു ചോദ്യം ചോദിക്കുക. ചോദിച്ചിട്ട് എന്തുവാ കൊടുത്തിരിക്കുന്ന സംഗതി എന്തുവാ? മറ്റേ ഹിറ്റ്ലർ മാധവൻ കുട്ടിക്കകത്തെ ഹിറ്റ്ലറിന്റെ പേര് പറഞ്ഞു പോകുമ്പോ അമ്മൂമ്മ വന്നിട്ട് തട്ടി വേണ്ടി ചോദിക്കുക, എന്തുവാ ആ പിള്ളേര് പറഞ്ഞതായിരുന്നു മറന്നുപോയി, എന്തോ ഹിറ്റ്ലറോ അറിയാ. ഗ്രൂപ്പിനകത്ത് പലതും വരും, കമന്റ് ബോക്സിനകത്ത് പലതും കാണും. ഇമ്മാരി പരിപാടിക്ക് നിൽക്കരുത്. രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിരിക്കുന്നത്, രാഹുൽ ഗാന്ധിക്ക് ആര് വി വി പാറ്റ്? രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വോട്ടർ കാർഡും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വോട്ട് ചെയ്തതിന്റെ അങ്ങനെയാണല്ലോ ഇതിന്റെ 1.25 ലക്ഷം വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് തെളിയിച്ചു. നിങ്ങളുടെ ഹോംവർക്ക് തെറ്റാണ്. അങ്ങനെയല്ലേ? വി വി പാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹോംവർക്ക് അല്ല തെറ്റ്. ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം വായിച്ച ബുക്കാണ് തെറ്റ്. അദ്ദേഹത്തിന് അക്ഷരത്തെറ്റുകൾ മാത്രമുള്ള ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറ്റിയതല്ല. ഹോംവർക്ക് തെറ്റിയതല്ല, അതിനകത്തുനിന്ന് പക്ക ഹോംവർക്ക് ചെയ്തോണ്ടാണ് വന്നത്. വായിച്ച ബുക്ക് മാറിപ്പോയി. വോട്ട് ചെയ്യുന്ന ആ ചിഹ്നത്തിന്റെ കണക്ക് എന്താണെന്നറിയോ? ബി ജെ പിയുടെ ആണെങ്കിൽ താമര ചിഹ്നം വരും, കോൺഗ്രസിന്റെ ആണെങ്കിൽ കൈപ്പത്തി വരും. ഈ കണക്കെടുക്കും. ഈ കണക്കും മെഷീന്റെ കണക്കും കൂടെ തമ്മി നോക്കും. ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് ഇതിനകത്ത് മിസ്മാച്ച് ഉണ്ടോ എന്ന് നോക്കും. നാളെ ഇതുവരെ ഒരിടത്ത് മിസ്മാച്ച് ഉണ്ടായിട്ടില്ല. ഇല്ല, നാളെ ഇതുവരെ ഒരിടത്ത് മിസ്മാച്ച് ഇല്ല. തീർച്ചയായിട്ടും അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇതുപോലുള്ള അവ്യൂഹങ്ങളും ഇതുപോലുള്ള പല കൊള്ളരുതായ്മയും നമ്മുടെ ഈ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഈ പ്രചരണത്തിന് ഒരു വ്യക്തമായ ധാരണ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കാര്യത്തിന് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്ന് ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കാമേ. അതിന് വ്യക്തമായ ധാരണ ഇതേ ഇന്റർവ്യൂവിൽ തന്നെ ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ട്. ആ ഒരു ഭാഗം ഒന്ന് കണ്ടുവരാം. കാരണം നമ്മൾ ചുമ്മാ വോട്ട് കട്ടെടുത്ത് വോട്ട് അവർ കൊണ്ടുപോയി ഇവർ കൊണ്ടുപോയി എന്ന് പറയുന്നതല്ലാതെ അങ്ങനെ ഒരു കാര്യം റിയാലിറ്റി ആയിട്ട് നടന്നിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. ഒരു ലളിതമായ കാര്യം ഇതിപ്പോ സീതട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് സംസാരിക്കാം. നിങ്ങൾ പറയുന്ന കാര്യത്തിന് തിരുത്താൻ എനിക്ക് കൂടുതൽ സമയം വേണ്ടി വരും. ഞാൻ പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യം. അതായത് ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ തലയിൽ ചവിട്ടി കയറി നിൽക്കുന്ന ഒരു ഗസ്റ്റ്, അതാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. കാരണം അത് ചുമ്മാ ചവിട്ടി കയറുന്നതല്ല, കയറേണ്ടി വന്നു, അല്ലെങ്കിൽ ഇന്റർവ്യൂവർ കയറ്റി മേളിൽ, അത്രേ ഉള്ളൂ. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്നത് ഭയങ്കര തട്ടിപ്പല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. അതെ അതെ അതെ, ഭയങ്കര തട്ടിപ്പാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണല്ലോ. ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കളയുന്നതിന് ഈ തെളിവുകൾ കേൾക്കുന്നേ. ഈ ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതിന്, വിശ്വാസ്യത ഇല്ലാതെയാക്കുന്നതിന് ഈ വിഷയം മതിയല്ലോ, പ്രൂവ് ചെയ്താൽ മതിയല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമ്മാ ഒരാളിന് ഫേവർ ചെയ്യണ്ടല്ലോ. ബി ജെ പിക്ക് ഫേവർ ചെയ്യണമെങ്കിൽ വേറെ താല്പര്യം ഉണ്ടല്ലോ. ഈ സാധനം വെച്ചിട്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോദി രാജിവെക്കേണ്ടി വരത്തില്ലെന്നേ. ഈ ഇലക്ഷൻ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ പേരിലാണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ റദ്ദായത്. തീർച്ചയായിട്ടും അതുപോലൊരു സാഹചര്യം ഈ പറയുന്ന കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നെങ്കിൽ അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്കും എതിരെ വരികയും ഈ പറയുന്ന BJP ഗവൺമെന്റ് താഴെ പോകുന്ന ഒരു പരിപാടി തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു അലിഗേഷൻ മുന്നിലേക്ക് വന്നില്ല? ആ ഒരു കാര്യത്തിന് വ്യക്തമായ ധാരണ ആങ്കർക്കും ഇല്ല. ചിലപ്പോൾ കാണുന്ന ഒരുപാട് ജനങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അതിന്റെ ഒരു സത്യസന്ധത എന്താണെന്ന് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന രീതിയിൽ അവതരിപ്പിച്ച അത് പിന്നെ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മൊത്തത്തിൽ തെറ്റാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ, സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും? രാഹുൽ ഗാന്ധിക്കെതിരെ അവർ നിയമ നടപടികൾ അവർക്ക് എടുക്കാം. രാഹുൽ ഗാന്ധി എന്താ കേസ് കൊടുക്കാത്ത? നിങ്ങൾക്ക് നിയമം എന്താ? അതെ, സത്യസന്ധമായ കാര്യം. ആരോടെ ഉന്നയിച്ചാൽ എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത്? അതൊന്നും
ഇവിടെ ആൾക്കാരും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്കിന് അതിനകത്ത് ഈ ഒരു ഭാഗം എനിക്ക് ഉൾപ്പെടുത്തണമെന്ന് തോന്നി. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചത്. കാരണം ഇത് ഏറ്റവും വലിയ അലിഗേഷനാണ്. അത് ഈ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഈ ഒരു ആധാർ കാർഡുള്ള ആർക്കും ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ അറിയണമെന്നൊരു ധാരണ കാണില്ല. ആ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു ആരോപണം ഉന്നയിച്ചവർ നമ്മുടെ വിലയിലേക്ക് കൊണ്ടുവരാത്തപ്പോഴത്തേക്കിന് അതിനകത്ത് വ്യക്തമായ ഒരു ധാരണ ഉണ്ടോ എന്നുള്ളത് ഈ കാണുന്ന നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകാനായിട്ട്. ഇനി ഇതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള പല ഭാഗങ്ങളിലേക്കും വരാം. അതായത് വാലിൽ ചവിട്ടി നിൽക്കുന്ന ശ്രീജിത്ത് പണിക്കരെ നമുക്ക് കാണാം. ഇന്ത്യയിലെ വിഭവങ്ങളുടെ അവകാശം പ്രാഥമികമായി മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വർഗീയമാണോ അല്ലേ? അത് എന്താ വർഗീയമാണെന്നല്ല, അത് പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പറയാൻ പാടില്ല. വർഗീയത എന്ന് പറയാമെങ്കിൽ വർഗീയത എന്നും പറയാൻ പറ്റില്ല. വർഗീയത എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ അകത്ത് ന്യൂനപക്ഷം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത്. ന്യൂനപക്ഷങ്ങൾക്ക് ഫസ്റ്റ് റൈറ്റ് എന്ന് എവിടെ പറഞ്ഞത്? നിങ്ങളിപ്പോ എന്നോട് പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ ആവാമെന്നുള്ളത് ജസ്റ്റിഫിക്കേഷൻ ആണോ എന്നാണ് എന്റെ ചോദ്യം. അല്ല 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 അല്ല. അപ്പൊ പിന്നെ അത് തെറ്റാണോ അല്ലേ? അത് തെറ്റാണ്. വർഗീയം എന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെന്റിന്റെ ബാങ്ക് ലോൺ തരുന്നു. ലോൺ തരുന്നതെല്ലാം ആദ്യത്തെ പ്രയോറിറ്റി ഹിന്ദുക്കൾക്ക്, പിന്നെ മുസ്ലിങ്ങൾക്ക്, പിന്നെ ക്രിസ്ത്യാനികൾക്ക്. അങ്ങനെ പറഞ്ഞാൽ അത് വർഗീയമാണോ അല്ലേ? അത് വർഗീയമാണ്. അത് വർഗീയമാണ്. എന്നാ മറ്റേത് വർഗീയമല്ല. അതെന്താ? അതാ ഞാൻ പറഞ്ഞില്ലേ, അളിയൻ വായിക്കുന്ന ബുക്കിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അത് നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത്. അതുകൊണ്ട് പഴയ പണി തന്നെ മതി. ബിഗ് ബോസിനകത്തുള്ളതോ അലൻ ജോസ് പെരേര അങ്ങനെയുള്ള ചെറുകിട ആൾക്കാരെ പോയി ഇന്റർവ്യൂ എടുക്കുക. അല്ലാത്തവരിടത്തോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്കിന് ഇതിലും വലിയ പ്രഹരങ്ങളായിരിക്കും ഏൽക്കാനായിട്ട് പോകുന്നത്. സ്വന്തം നിലപാട് എന്താണെന്ന് അവർ വലിച്ചു കീറി ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തിട്ട് കാണിക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. സാറേ, ഹിന്ദുക്കളുടേത് പറയുവാണെങ്കിൽ മുസ്ലിങ്ങളുടെ പറഞ്ഞാലും വർഗീയമാണല്ലോ. വർഗീയം ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത ഉണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായും വർഗീയമാണോ? ഇനി ആരാണ് വർഗീയമാണോ? വർഗീയമാണെന്ന് തന്നെ കരുതു. ആരാണ് പറഞ്ഞത്? പറ്റില്ല. വർഗീയമാണോ അല്ലേ? അത് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് നിങ്ങൾ പറയുള്ളൂ. നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പറയുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ വിഭവങ്ങളുടെയും പ്രാഥമിക അവകാശം ഹിന്ദുക്കൾക്കായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും സ്റ്റേറ്റ്മെന്റ് വേറെ കുഴപ്പമില്ല. ആ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിന് വർഗീയം എന്താ പറയാത്ത? വർഗീയതയാണ്. ഇനി പറയൂ. വർഗീയതയാണ് പറയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ പ്രസ്താവന ആരുടേതോ ആണ്, അത് പ്രശ്നമായേക്കാം എന്ന് തോന്നിയിട്ട് വർഗീയമല്ലത് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ മറ്റേതെന്താ സ്റ്റേറ്റ്മെന്റ്? പിന്നെ ഒലക്കയാണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്റർവ്യൂ ഭയങ്കര കോമഡി ആയിട്ട് ഇത് നിങ്ങൾക്ക് ആധികാരമായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു വ്യക്തത മനസ്സിലാക്കാനും അതിലുപരി നിങ്ങൾക്ക് ചിരിക്കാനും അതിലുപരി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കാര്യങ്ങളുടെ വ്യക്തതയും ഗ്രാഹ്യവും ഇല്ലാതെ നമ്മൾ മറ്റാരാളോട് പോയിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് സംസാരിക്കാനായിട്ട് നിൽക്കരുത്. അതിൻ്റെ ഉള്ള വാദപ്രതിവാദത്തിനകത്ത് ഏതെങ്കിലും ഒരാളുടെ ആ ഒരു ഡോമിനേഷൻ വളരെ വലുതും അധികവുമായിരിക്കും. അത് ഈ ഇന്റർവ്യൂവിനകത്ത് വ്യക്തമായിട്ട് കാണാം. അടുത്തത് കണ്ടുനോക്കാം. ഇസ്ലാമികവൽക്കരണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുന്നത് പോലെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നതാണ് എന്നാണ് ഷാഹുൽ പറയുന്നത്. അതാണോ ചേട്ടാ ഇസ്ലാമികവൽക്കരണം? ഇസ്ലാമികവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, മൗദൂദി പറയുന്നത് പോലെ ലോകം മുഴുവനും ഞങ്ങളുടെ അതോറിറ്റി, അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മതരാഷ്ട്രവാദമാണ്. ഇസ്ലാമികവൽക്കരണം എന്ന് പറയുന്നതിനെ വെറും മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാനെന്ന രീതിയിലേക്ക് ന്യായീകരിച്ച് പച്ച പെയിന്റ് അടിച്ച് നിരോധിച്ച PFIയെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഈ ചർച്ച. ഇസ്ലാമികവൽക്കരണത്തിന് തുല്യമാണോ സാറേ RSS ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത്? ഹിന്ദുക്കളുടെ അല്ല. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഈ ഒരു ഭാഗത്തിനകത്ത്, അതായത് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഏകദേശം എനിക്കൊന്നൊരു 10-20 മിനിറ്റ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്തിൽ ഇന്റർവ്യൂർ എന്ന് പറയുന്നുണ്ട് അതെ ശരിയാണ് എന്നുള്ളൊരു കാര്യം. എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്തൊരു വ്യക്തമായ, അതായത് ഒരു ചോദ്യത്തിന് ഒരു കിഴങ്ങെന്ന് പറയുമ്പോഴത്തേന് തൊട്ടപ്പുറത്ത് അല്ല അത് കപ്പയാ, ഇത് കിഴങ്ങാണ് എന്നാ അത് കപ്പയാ, ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്റർവ്യൂ. നിങ്ങൾ വ്യക്തമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ റിയാലിറ്റി എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് ആ ചോദ്യം തീർത്തിട്ടേ വരത്തുള്ളൂ. നിങ്ങൾ ഉരുളാൻ നോക്കി UPയുടെ കാര്യത്തിൽ, നിങ്ങൾ ഉരുളാൻ നോക്കി ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ, നിങ്ങൾ ഉരുണ്ടു എന്തില് നമ്മുടെ പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ. ഇതിലെല്ലാം വാദങ്ങളും ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങളെ ഞാൻ പറഞ്ഞു വാലെ ചവിട്ടി അവിടെ വെച്ചിട്ടേ ഞാൻ പറഞ്ഞു വിടത്തുള്ളൂ. ഇതിലും അങ്ങനെ ഉള്ളു ഷാഹുലെ. എന്നിട്ടും ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ വാലെ ചവിട്ടി വെച്ചേക്കാം, നിങ്ങളുടെ വാലിനെ അവിടെ വെച്ചേക്കാം. അത് വേണം. ഞാൻ അതാണ് ചോദ്യം. അത് ഞാൻ നിങ്ങളുടെ അനുവാദമൊന്നും എനിക്കത് വേണ്ട. തീർച്ചയായിട്ടും ചോദ്യം ഇത് സത്യം പറഞ്ഞാൽ വമ്പം കോമഡി തന്നെ. ഒരു ഇന്റർവ്യൂ വാലെ ചവിട്ടി ഇരുത്തി എന്ന് പറയുമ്പോഴത്തേന് അവര് തിരിച്ച് സംസാരിക്കാനായിട്ട് വേറെ കാര്യങ്ങളില്ല.
ആ ഹോംവർക്കും പഠിച്ചിട്ടുള്ള ബുക്കുകളും ഈ വാട്സപ്പിനകത്ത് വരുന്ന ഓരോ ഗ്രൂപ്പിനകത്ത് കണ്ടിരുന്ന ഓരോ മെസ്സേജും ഈ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേന് അത് സംസാരിക്കുന്നു പറയുന്ന കുറെ കാര്യങ്ങളും ശ്രീജിത്ത് പണിക്കരെ വെള്ളം കുടിപ്പിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് കാണിക്കുമ്പോഴത്തേക്കിന് അറ്റ്ലീസ്റ്റ് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ തെളിവെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ കാണുന്നവർക്കെങ്കിലും ഒന്ന് മനസ്സിലായിരുന്നു നിങ്ങൾ പറയുന്ന ഭാഗത്തിനകത്ത് ഒരു തെളിവ്, ഒരു സത്യവും ഉണ്ടെന്നുള്ളൊരു കാര്യം. എന്നാൽ ഈ ഇന്റർവ്യൂവിനകത്ത് കണ്ടവർക്കെല്ലാം മനസ്സിലായത് പല വ്യക്തമായ, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് ഇടയിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളെയും സത്യസന്ധത എന്താണെന്നും വ്യക്തത എന്താണെന്നുള്ള കാര്യം. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള കാരണം, ഈ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ഇതിനെ അഗാധമായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന വ്യക്തികൾ ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് അതേ ക്വാളിറ്റി, അതേ ലെവലിലുള്ള ആൾക്കാരുമായിട്ടാണ് സംഭവത്തിൽ ഏർപ്പെടുന്നത്. അപ്പം അവരുടെ അഭിപ്രായവും ഇവരുടെ അഭിപ്രായവും, നമ്മുടെ രണ്ട് അഭിപ്രായവും നമുക്ക് ഇതിനകത്ത് വരുന്നത്. എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചെല്ലുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്ന് മൊബൈലോ ടി വി എടുത്തു വെച്ചിട്ടായിരിക്കും ഈ സംഭവങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു റീല് വരുന്ന സാധനങ്ങളായിരിക്കും കാണുന്നത്. അപ്പം അവർക്ക് അതുപോലുള്ള സാധാരണക്കാരായ, ജോലിക്ക് പോയി ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക്, അതായത് കുടുംബത്തോടൊപ്പം വഴിക്കുകയും വെറും 20%, 10% മാത്രം രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് മാത്രം തലയിട്ട് പോകുന്ന ജനങ്ങൾക്ക് പെട്ടെന്ന് ഇതുപോലുള്ള കുറെ മണ്ടത്തരങ്ങളായിട്ടുള്ള റീലുകൾ കണ്ടിട്ട് അവരുടെ തലയിലേക്ക് പല കാര്യങ്ങളും ഉദിച്ചു കയറാറുണ്ട്. അതുപോലുള്ള ആ ഒരു മണ്ടത്തരത്തിൽ ഉദിച്ചു കയറിയിട്ടുള്ള ഇന്റർവ്യൂറാണ് എനിക്ക് അവിടെ എക്സ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ആ എക്സ് നിങ്ങളായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനുള്ള പല കാര്യങ്ങളുടെയും, നിങ്ങൾക്ക് ചോദിക്കാനുള്ള പല ചോദ്യങ്ങളുടെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ ഈ ഇന്റർവ്യൂയിലൂടെ ശ്രീജിത്ത് പണിക്കർ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലൊരു ടോപ്പിക്കും ഇതുപോലൊരു കോണ്ടന്റ് ഞാൻ അങ്ങനെ എടുക്കുന്ന ഒരാളല്ല, പക്ഷെ ഇതിനകത്ത് എടുത്ത് എനിക്ക് കാണിക്കണമെന്ന് തോന്നി. കാരണം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിനകത്ത് പലതും കാണാത്ത ജനങ്ങൾ കാണാനുണ്ട്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും പോയ ഇന്റർവ്യൂ കൂടെ കണ്ട്, അതും കൂടെ കണ്ട് വേണം നിങ്ങൾക്ക് വിലയിരുത്താനായിട്ട്. എന്നാൽ അത് ഞാൻ വ്യക്തമായി പറയാനുള്ള കാരണം, ഈ രണ്ട് വീഡിയോ സഹിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു വീഡിയോയിൽ 6000, മറ്റേ വീഡിയോയിൽ 5000 കോമന്റ്സാണ് കിടക്കുന്നത്. ഇത്രയും കോമന്റ്സ് കിടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് ഒരു 2 സംവാദം കാണും എന്നുള്ള കാര്യം. എന്നാൽ ഈ ഒരു 10,000-11,000 കോമന്റ്സ് കിടക്കുന്നതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു 10,679% അല്ല നമ്പർ കമന്റ് വരെ, ഇതൊരു എക്സാക്ട് നമ്പർ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ അത്രയും കൂട്ടി പറഞ്ഞതാ, അത്രയും കമന്റുകൾ വരെ ശ്രീജിത്ത് പണിക്കർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നും ഒരു തിരിച്ചറിവുണ്ടായെന്നും എങ്ങനെ സഹിയിട്ട് ക്ഷമിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ തന്നെ ആ ഇന്റർവ്യൂറുടെ ക്വാളിറ്റി എന്താണെന്നും ഇന്റർവ്യൂ എന്താണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇവൻ പറയുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് കാണുന്നവർക്ക് ഇഞ്ചക്ട് ആയത് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിലുണ്ട്. അത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചുതരാം. സുഡുവിനെ അടിച്ചു കൊന്നു, അതായത് ഇവൻ പല കാര്യങ്ങളിലും ഒരു മുസ്ലിം വൽക്കരണം കൊണ്ടുവരാനായിട്ട് പലതിനകത്ത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ നെയ്ച്ചോറിനും തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ മദ്രസ എഡ്യൂക്കേഷൻ ആൻഡ് റിയൽ എഡ്യൂക്കേഷൻ എന്ന്. ബിഗ് ബോസിലെ പാൽക്കുപ്പികളെ ഇന്റർവ്യൂ ചെയ്ത് പുലിയാകുന്നത് പോലെ മുറി അറിവും വെച്ച് ചെന്ന് പെട്ടത് സിംഹത്തിന്റെ മൂട്ടിലാണെന്ന് ഞെട്ടിപ്പോയി. അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണിക്കരോട് മുട്ടുമ്പോൾ മിനിമം ഒരു ബുദ്ധിയെങ്കിലും വേണ്ടേ? ഓക്കെ, ഇത്ര മണ്ടനായ ഒരാളെ സംവാദത്തിന് പോകരുത് മിസ്റ്റർ ശ്രീജിത്ത്. ഇതാണ് മദ്രസ വിദ്യാഭ്യാസവും യഥാർത്ഥ വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ശ്രീജിത്തിന്റെ സഹനശേഷിയെ സമ്മതിക്കണം ഇതുപോലൊരു മദ്രസ പൊട്ടനെ സഹിക്കുന്നതിന്. കാരണം ഇത് അവനായിട്ട് തന്നെ എരന്ന് മേടിച്ച് ഒരു കമ്മ്യൂണിറ്റിക്ക് ഏൽപ്പിച്ചു കൊടുത്തൊരു കാര്യമാണ്. കാരണം അത് കറക്റ്റാ. സാഹുൽ സർട്ടിഫൈഡ് മദ്രസ പൊട്ടൻ, ഇതൊക്കെ അങ്ങനെ വരുന്നതാ. കാരണം ഇവന്റെ ഇന്റർവ്യൂ അതുപോലെ തന്നെ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഇതുപോലുള്ള കമന്റുകൾ ഇനി ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഇന്റർവ്യൂ കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്റെ വീഡിയോയുടെ താഴെ ഇടുന്നതിനേക്കാളും കൂടുതൽ ആ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ കൊണ്ട് ഇടുന്നതായിരിക്കും വളരെ നന്നായിട്ടുള്ള കാര്യം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് നിങ്ങളുടെ ഹൈപ്പ് വ്യക്തമായിട്ട് കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പം ഓക്കെ, ശരി.